ഞാൻ ചെറുപ്പം തൊട്ട് അങ്ങനെയാണ്. നമ്മൾ എന്ത് റിസ്ക് എടുത്ത് എന്ത് കാര്യം ചെയ്യാൻ ചെറുപ്പം മുതൽ നമുക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും അന്നത്തെ കാലത്ത് ഏറ്റവും വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന റേഡിയോ ആണ്. അതായിരിക്കും തിരിച്ചൊക്കെ ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് റിസ്ക് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങ് അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ ഉള്ളിൽ ഒരു എഞ്ചിനീയർ, ഒരു പാഷൻ്റെ ആകാം. ആ പാഷനാണ് യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റിയുടെ ഈ ഒരു പ്രത്യേകിച്ച് കർഷകരുടെ ഒരു പെയിൻ ഏരിയ ആയിട്ടുള്ള ഒരു പ്രതിസന്ധിക്ക് സൊല്യൂഷൻ അങ്ങ് ഒരു ഡ്രയറായിട്ട് കൊടുക്കും. അത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ പല ജോലികൾ ചെയ്തെങ്കിൽ അതിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആദ്യത്തെ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? അത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക്. അന്ന് ഈ ഫീൽഡിലേക്ക് വരുമ്പം സ്വന്തമായിട്ടൊരു സ്പാനർ പോലും ഇല്ല. ഒരു ചെറിയ ചിട്ടിയുണ്ട്. ആ ചിട്ടിയിൽ നിന്ന് ഒരു 10,000 രൂപ കിട്ടി. വൈഫിൻ്റെ 2 വള കൊണ്ട് പണയം വെച്ചു. അതെല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് പൈസയൊന്നും പോയില്ല. ഒരു ചെറിയ കപ്പാസിറ്റി ഉള്ള ഒരു മോഡലായിരുന്നതുകൊണ്ട് നമുക്ക് ഒരു പരിക്കില്ലാതെ ആദ്യത്തെ രക്ഷപ്പെട്ടു.